الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وسلم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات വിശ്വാസികളായി ജീവിക്കുന്ന മുസ്ലിമുകളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കുക എന്നുള്ളത് അത് സ്വാഭാവികമാണ്. എത്ര സൂക്ഷ്മതയിൽ ജീവിച്ചാലും അവനിൽ തെറ്റുകൾ സംഭവിക്കുക എന്നുള്ളത് അത് നമുക്ക് തടയാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ചിലതൊക്കെ സംഭവിച്ചു പോകും. ചില ആളുകൾ ദുർബലമാവുന്ന സന്ദർഭത്തിൽ, ഈമാൻ ദുർബലമാവുന്ന സന്ദർഭത്തിൽ. എന്നാൽ അങ്ങനെ അറിയാതെ വല്ലതും സംഭവിച്ചു പോകുമ്പോൾ അവർ എന്താണ് ചെയ്യേണ്ടതെന്ന് അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പല ആയത്തുകളിലൂടെയും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മുത്തഖീങ്ങളുടെ സ്വഭാവം എന്ന നിലയ്ക്ക് തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുന്നത് അവർ ഇസ്തിഗ്ഫാറും തൗബയും വർദ്ധിപ്പിക്കുന്നവരാണ്. നമുക്കറിയാം, നമ്മളൊക്കെ വളരെ ദുർബലന്മാരാണ്. എല്ലാ പാപങ്ങളും പുറത്തു കൊടുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയടക്കം അദ്ദേഹം ഇസ്തിഗ്ഫാർ നടത്തുന്നതിനെ സംബന്ധിച്ച് പല സമയത്ത് നമ്മൾ കേട്ടവരാണ്. എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്തിഗ്ഫാറും തൗബയും നടത്തിയിട്ടുണ്ടെങ്കിൽ ദുർബലന്മാരായ നമ്മളൊക്കെ എത്രത്തോളം ഇസ്തിഗ്ഫാറും തൗബയും വർദ്ധിപ്പിക്കണമെന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. തെറ്റ് സംഭവിച്ചു എന്നതുകൊണ്ട് ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് പുറത്തു തരികയില്ല, എൻ്റെ ജീവിതം കഷ്ടമായി പോയല്ലോ എന്നൊരാളും വിഷമിക്കേണ്ട അവസ്ഥയില്ല. മറിച്ച് അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഇസ്തിഗ്ഫാറും തൗബയും ചെയ്യുന്നതിലൂടെ അല്ലാഹു അവനെ ഇഷ്ടപ്പെടുകയും അവൻ്റെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുകയും ചെയ്യും. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നൂറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വതൂബു ഇലല്ലാഹി ജമീഅ, വതൂബു, നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്തുകൊള്ളുക. ചില ആളുകളെ പറ്റിയല്ല അല്ലാഹു പറഞ്ഞത്, മറിച്ച് ജമീഅ, നിങ്ങൾ എല്ലാവരും, അയ്യുഹൽ മുഅ്മിനൂൻ, മുഅ്മിനീകളെ നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്തുകൊള്ളുക. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കുന്ന ആളുകളാവാൻ വേണ്ടിയാണ്. അപ്പൊ നിങ്ങൾ തൗബ വർദ്ധിപ്പിച്ചു കൊള്ളുക എന്ന് അല്ലാഹു സൂചിപ്പിക്കുന്നുണ്ട്. മറ്റൊരായത്തിലൂടെ അല്ലാഹു പറയുകയാണ്, നിങ്ങൾ അങ്ങനെ തൗബ ചെയ്താൽ അത് അല്ലാഹു റഹ്മാനും റഹീമുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കും. വഹുവല്ലദീ യഖ്ബലു തൗബത അൻ ഇബാദിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ അടിമകളിൽ നിന്നും തൗബ സ്വീകരിക്കുന്നവനാകുന്നു. സൂറത്തു ശൂറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് കാണാം, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, ഖുൽ, പറയുക, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, തൻ്റെ ശരീരങ്ങളോട്
അക്രമം പ്രവർത്തിച്ചവരായ, തിന്മ പ്രവർത്തിച്ചവരായ എൻ്റെ അടിമകളോട് പറയുക, ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിങ്ങളാരും നിരാശരാവേണ്ട. കാരണം ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, ഇഖ്ലാസോടുകൂടി ആത്മാർത്ഥമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് തൗബ ചെയ്ത അല്ലാഹു സുബ്ഹാനഹു വ തആല പാപം പൊറുക്കുന്നവനാണ്. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, തീർച്ചയായും അല്ലാഹു പാപങ്ങൾ പൊറുക്കുന്നവനും അങ്ങേയറ്റം കരുണ ചെയ്യുന്നവനുമാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല സഹോദരന്മാരെ, മുത്തഖീങ്ങളുള്ള തഖ്വയുള്ള അല്ലാഹുവെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകളുടെ സ്വഭാവം എന്ന സിഫത്തായിക്കൊണ്ട് അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ ഇങ്ങനെ വിവരിച്ചു വരുവേ. സൂറത്തു ആലെ ഇമ്രാനിൽ അല്ലാഹു പറഞ്ഞത് കാണാം. അവർ എങ്ങനെയുള്ളവരാണ്, പല വിശേഷണങ്ങളും അല്ലാഹു പറഞ്ഞു. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, വല്ലദീന ഇദാ ഫഅലു ഫാഹിഷ, വല്ല മോശമായ വല്ലതും അവർ പ്രവർത്തിച്ചു പോയാൽ, ഔ സലമു അൻഫുസഹും, അതല്ല അവരുടെ നഫ്സുകളോട് വല്ല അക്രമവും അവർ ചെയ്തു പോയാൽ, ആ സ്പോട്ടിൽ തന്നെ അവർ ദക്കറുല്ലാഹ്, അല്ലാഹുവെ കുറിച്ച് ഓർക്കും എന്ന് പറഞ്ഞ അല്ലാമ സഅദി റഹ്മഹുല്ലാഹിന്റെ തഫ്സീറിൽ പറഞ്ഞു, വദക്കറു റബ്ബഹും, എന്തെങ്കിലും ഒരു അപാകത സംഭവിച്ചു പോയാൽ ഒരു മുഅ്മിനായ മനുഷ്യൻ അവൻ എങ്ങനെയുള്ളവനാ, വദക്കറു റബ്ബഹ്, അവർ വേഗം അവരുടെ റബ്ബിനെ കുറിച്ച് ഓർക്കും എന്ന് പറഞ്ഞ വമാ തവഅദ ബിഹിൽ ആസീൻ, ഒരു തിന്മ ചെയ്താൽ ആ തിന്മ ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല താക്കീത് ചെയ്തത് അവർക്ക് പെട്ടെന്ന് ഓർമ്മ വരും. അതേപോലെ തന്നെ വഅദ ബിഹിൽ മുത്തഖീൻ, അക്രമങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് അല്ലാഹു പഠിപ്പിച്ച കാര്യങ്ങൾ ചെയ്താൽ മുത്തഖീങ്ങൾക്ക് അല്ലാഹു വാഗ്ദാനം ചെയ്ത കാര്യങ്ങളെ കുറിച്ച് അവർക്ക് പെട്ടെന്ന് ഓർമ്മ വരും. അങ്ങനെ ഫസഅലൂഹുൽ മഗ്ഫിറത ലിദുനൂബിഹിം, അവരുടെ പാപങ്ങളൊക്കെ പൊറുക്കാൻ വേണ്ടി അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഗ്ഫിറത്തിനെ ചോദിക്കും. വസത്ര ലിഐബിഹിം, അവരുടെ വസത്ര ലിഉയൂബിഹിം, അവരുടെ ന്യൂനതകളെ മറച്ചു വെക്കാൻ വേണ്ടിയും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കും. എങ്ങനെ അവസ്ഥയില, മഅ ഇഖ്ലാഇഹിം അൻഹാ, അവർ ആ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിരന്തരമായി നിൽക്കുകയല്ല, മറിച്ച് ആ സ്പോട്ടിൽ തന്നെ അതിൽ നിന്ന് അകന്നു നിൽക്കുകയും വനദമിഹിം അലൈഹാ, ചെയ്തു പോയ തെറ്റിൽ വളരെയധികം ഖേദിക്കുകയും ചെയ്യും. അതാണ് അവർ അല്ലാഹുവെ ഓർക്കുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം, അവർ തങ്ങളുടെ പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇസ്തിഗ്ഫാർ ചോദിക്കും. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, ആ പാപങ്ങൾ പൊറുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ ആരാണുള്ളത്? ആരുമില്ല, അല്ലാഹു മാത്രമേ ഉള്ളൂ. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, അവരുടെ സ്വഭാവമാണ് വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമൂൻ, ഒരു തെറ്റ് ചെയ്താൽ പിന്നെയും ആ തെറ്റിന്റെ മേൽ അറിഞ്ഞുകൊണ്ട് അതിൽ നിരന്തരരായി നിൽക്കുന്ന ഒരവസ്ഥ അവർക്ക് ഉണ്ടാവുകയില്ല. ഉടനെ തന്നെ നേരത്തെ അല്ലാമ സഅദി റഹ്മഹുല്ലാഹ് വിശദീകരിച്ചതുപോലെ അതിൽ നിന്ന് വിട്ടുനിൽക്കുകയും വളരെയധികം ഖേദിക്കുകയും ചെയ്യുന്നവരാണ്. എന്നാൽ ഇതൊരു മുഅ്മിനിന്റെ ഒരു ഗുണമാണ്, മുഅ്മിനായ ഒരു മനുഷ്യന്റെ ഗുണമാണ്. എന്നാൽ നമുക്കറിയാം, നമ്മളിൽ പല ആളുകൾക്കും പല തെറ്റുകളും വന്നു പോവാറുണ്ട്. ജീവിതത്തിൽ തിന്മയിലൂടെ തന്നെ ജീവിതം മുന്നോട്ട് നയിക്കുന്ന ആളുകളുണ്ട്. എത്ര തവണ ചില ആളുകളൊക്കെ പല തവണ അതിന്റെ ഗൗരവം, അത് ചെയ്താൽ അല്ലാഹുവിന്റെ അടുക്കലുള്ള ശിക്ഷ, അതേപോലെ അങ്ങനെയുള്ള ഗുരുതരമായ തിന്മകളിൽ അതിന്റെ ശിക്ഷയെക്കുറിച്ച് അറിഞ്ഞിട്ടും ശൈത്താന്റെ അനുയായിയായിക്കൊണ്ട് ദുനിയാവിന് വേണ്ടി തിന്മയിലൂടെ ജീവിതം മുന്നോട്ട് നയിക്കുന്ന ആളുകളുണ്ട്. അവർ യഥാർത്ഥ മുഅ്മിനുകളല്ല. യഥാർത്ഥ മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ, അതല്ലെങ്കിൽ അറിയാതെ സംഭവിച്ചാൽ അപ്പൊ തന്നെ അവൻ അത് അല്ലാഹുവെ കുറിച്ച് അതിന്റെ ഗൗരവം ഓർത്തുകൊണ്ട് അവൻ അത് തിരുത്തും. അങ്ങനെ ആയിരിക്കണം ഒരു മുഅ്മിനുകൾ. എന്നാൽ നമ്മളെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കും. നമ്മളിൽ പല ആളുകളും, നമ്മുടെ സഹോദരന്മാർ പോലും ദുനിയാവിന്റെ ജീവിതത്തിനു വേണ്ടി അല്ലാഹു ഹറാമാക്കിയ പലിശ പോലെയുള്ള ലോൺ എടുത്ത് കച്ചവടം ചെയ്ത് വീടുണ്ടാക്കി അങ്ങനെ പല ഇടപാടുകളിലും അങ്ങനെ പല തിന്മയാർന്ന, അതുപോലെ മ്യൂസിക്കിന്റെമായി ബന്ധപ്പെട്ട അങ്ങനെ ഓരോ അല്ലാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ ഹറാമാണെന്ന് മനസ്സിലാക്കിയിട്ടും ഉടനടി അത് തിരുത്തി അല്ലാഹുവിലേക്ക് ഖേദിച്ച് ഇസ്തിഗ്ഫാറും തൗബയും വർദ്ധിപ്പിക്കാതെ തന്റെ ജീവിതം, ദുനിയാവിന്റെ ജീവിതം നോക്കി ശൈത്താന്റെ അനുയായിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അങ്ങനെ ആവാൻ നമ്മൾ ഒരിക്കലും പാടില്ല. മറിച്ച് മുഅ്മിനുകളുടെ സ്വഭാവമായി അല്ലാഹു പറഞ്ഞത്, ഈ ആയത്തിൽ എന്താ പറഞ്ഞത്? ഉടനെ അവരത് തിരുത്തും. വല്ല അപാകതയും സംഭവിച്ച ആ സ്പോട്ടിൽ അവർ അതിന്റെ ഗുരുതരം അല്ലാഹു അവരും അതിനെക്കുറിച്ച് അല്ലാഹു പറഞ്ഞത് മനസ്സിലാക്കി അവർ തിരുത്തുന്നവരാണ്. മാത്രമല്ല
മറ്റൊരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഒക്കെ മുത്തഖീങ്ങളുടെ തഖ്വയുള്ള ആളുകളുടെ വിശേഷണമായി അല്ലാഹു പറയാ, അല്ലദീന യഖൂലൂന റബ്ബനാ ഇന്നനാ ആമന്നാ ഫഗ്ഫിർ ലനാ. അവരുടെ സ്വഭാവം എന്താ? അല്ലാഹുവേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഫഗ്ഫിർ ലനാ ദുനൂബനാ, ഞങ്ങളുടെ പാപങ്ങൾ നീ ഞങ്ങൾക്ക് പുറത്തു തരണമേ എന്ന് നിരന്തരം വർദ്ധിപ്പിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളാണ് മുഅ്മിനുകൾ. വഖിനാ അദാബന്നാർ, നരകത്തിന്റെ ആ ഗുരുതരമായ ശിക്ഷയിൽ നിന്നും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ അല്ലാഹു എന്നവർ പ്രാർത്ഥിക്കുന്നവരായിരുന്നു. മാത്രമല്ല അവരുടെ ഗുണങ്ങൾ അസ്വാബിരീന, അല്ലാഹു പറയുകയാണ് സബറുള്ളവരാണ്, വസ്വാദിഖീന, സത്യസന്ധന്മാരാണ്, വൽ ഖാനിതീന, ഭയഭക്തിയുള്ളവരാണ്, വൽ മുൻഫിഖീന, അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയ സമ്പത്തിൽ നിന്നും ചിലവഴിക്കുന്നവരാണ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ, രാത്രിയുടെ അന്ത്യാമങ്ങളിൽ അവർ അല്ലാഹു സുബ്ഹാനഹു വതആലയോട് ഇസ്തിഗ്ഫാറിനെ ചോദിക്കുമെന്ന. അപ്പൊ അത് മുഅ്മിനുകളുടെ സ്വഭാവമായിട്ട് അല്ലാഹു പറഞ്ഞതാ, രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അല്ലാഹുവോട് ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കുന്നവർ. ഈ ആയത്തിൽ ഇബ്നു കസീർ റഹ്മഹുല്ല പറഞ്ഞു, ഈ അസ്ഹാറിൽ അഥവാ രാത്രിയുടെ അന്ത്യ സമയങ്ങളിൽ അല്ലാഹുവോട് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ച് ഇബ്നു കസീർ റഹ്മഹുല്ല പറഞ്ഞത് കാണാം, ദല്ല അലാ ഫളീലത്തിൽ ഇസ്തിഗ്ഫാരി വഖ്തൽ അസ്ഹാർ, രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അല്ലാഹുവോട് ഇസ്തിഗ്ഫാർ ചോദിക്കുക എന്നുള്ളതിന്റെ ഫദ്ലിനെ ഈ ആയത്ത് അറിയിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ യാക്കൂബ് നബി അലൈഹിസ്സലാം തഫ്സീറുകളിൽ പറയപ്പെടുന്നത് കാണാം, യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ അടുക്കൽ യൂസുഫ് നബിയെ പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയിട്ടു. ആദ്യമൊക്കെ കളവ് പറഞ്ഞു, അവസാനം യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ അടുക്കൽ അദ്ദേഹത്തിന്റെ മക്കൾ പറയുന്ന വാചകം ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഉണർത്തുന്നുണ്ട്, ഖാലൂ യാ അബാന അസ്തഗ്ഫിർ ലനാ ദുനൂബനാ ഇന്നാ കുന്നാ ഖാതിഈൻ. ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ തെറ്റുകൾ പുറത്തു തരാൻ വേണ്ടി താങ്കൾ ഇസ്തിഗ്ഫാറിനെ ചോദിക്കണം, ഇന്നാ കുന്നാ ഖാതിഈൻ, ഞങ്ങൾ തെറ്റുപറ്റിയവരായിരിക്കുന്നു എന്നവർ പറഞ്ഞപ്പോ യാക്കൂബ് അലൈഹിസ്സലാം പറഞ്ഞ മറുപടി എന്താ? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഉണർത്തുന്നുണ്ട്, സൗഫ അസ്തഗ്ഫിറു ലക്കും റബ്ബി, പിന്നീട് നിങ്ങൾക്ക് വേണ്ടി എന്റെ റബ്ബിനോട് ഞാൻ ഇസ്തിഗ്ഫാറിനെ ചോദിക്കും. അവിടെ ഒരു തഅഖുർ, ഒരു പിന്തിപ്പിക്കൽ നടന്നിട്ടുണ്ട്. അതിൽ മുഫസ്സിറുകൾ പറഞ്ഞത് കാണാം, ആ ദുആ അദ്ദേഹം വഖ്തുൽ അസ്ഹാർ, രാത്രിയുടെ അന്ത്യയാമങ്ങളിലേക്ക് വേണ്ടി അദ്ദേഹം പിന്തിപ്പിച്ചു എന്ന് ഇബ്നു കസീർ റഹ്മഹുള്ളയൊക്കെ തഫ്സീറുകളിൽ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ആ സമയത്ത് ഇസ്തിഗ്ഫാർ ചോദിക്കുക എന്നുള്ളത് പ്രത്യേകം ഫضലുള്ള കാര്യമാണ്. ഇനി ഇങ്ങനെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല ആയത്തിലൂടെ നമുക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നു. എത്ര വലിയ തെറ്റ് സംഭവിച്ചവനായാലും, എത്ര അബദ്ധം, ഏറ്റവും വലിയ പാപം ശിർക്കാണല്ലോ, ആ ശിർക്ക് വന്നവൻ പോലും അവൻ തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്ത് അല്ലാഹുവിലേക്ക് ആത്മാർത്ഥമായി മടങ്ങിയ അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് അവനെ വളരെയധികം ഇഷ്ടമാണ്. അപ്പോ ഞാനൊരു തെറ്റ് ചെയ്തു പോയല്ലോ, അതുകൊണ്ട് എൻ്റെ ജീവിതം ഇനി നാശത്തിലായല്ലോ എന്നൊരാളും കരുതേണ്ടതില്ല. എന്നാൽ മറിച്ച് ഇന്നതൊക്കെ തെറ്റാണ് എന്ന് മനസ്സിലാക്കിയിട്ടും ഹറാമിന്റെ മാർഗത്തിലൂടെ തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ സംബന്ധിച്ച് എന്ന കാര്യം ഹറാമാണ്, തെറ്റാണ്. വസ്ത്രവിധാനത്തിന്റെ ആ ഒരു മുസ്ലിമിന്റെ വേഷത്തിന്റെ കാര്യത്തിൽ അവന്റെ ജീവിതത്തിലുടനീളം അല്ലാഹു വിലക്കിയിട്ടുള്ള ഓരോ കാര്യങ്ങളും തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ടും ആ ഹറാമിലൂടെ തന്നെ മുന്നോട്ട് പോകുന്ന, ചെയ്ത തെറ്റിൽ നിന്ന് അല്ലാഹുവോട് ഇസ്തിഗ്ഫാറിനെ ചോദിക്കാതെ തൗബ ചെയ്യാതെ മുന്നോട്ട് പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടാകുന്ന ദുഷിച്ച ഫലങ്ങൾ ഉലമാക്കൾ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തിന്മകളിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന, തിന്മയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന, ഇസ്തിഗ്ഫാർ ചെയ്യാത്ത ആളുകൾക്കുണ്ടാകുന്ന ചില ലക്ഷണങ്ങൾ ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അൽ ജവാബുൽ കാഫി എന്ന കിതാബിൽ ധാരാളം എണ്ണി പറഞ്ഞത് കാണാൻ സാധിക്കും. അതിൽ ചില കാര്യങ്ങളാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാഹ് പറഞ്ഞു, വമിൻ ഉഖൂബാത്തി ദുനൂബി, ഒരാൾ പാവങ്ങൾ ചെയ്യുന്നത് കൊണ്ട് അവന് ലഭിക്കുന്ന ശിക്ഷകളിൽപ്പെട്ടതാണ് അന്നഹാ തുസീലുൻ നിഅമ, അവനിൽ നിന്നുള്ള നിഅമത്തുകളെ അല്ലാഹു സുബ്ഹാനഹു വതആല ഇല്ലാതാക്കി കളയും. തിന്മയിലൂടെ, പാപങ്ങളിലൂടെ ഇസ്തിഗ്ഫാർ തൗബയും ഇല്ലാതെ മുന്നോട്ട് പോകുന്നവനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ അനുഗ്രഹങ്ങളെ നീക്കിക്കളയും. വതുഹില്ലുൻ നിഖമ, മാത്രമല്ല അവനെ അല്ലാഹു ശിക്ഷക്ക് അർഹനാക്കുകയും ചെയ്യും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഫമാ സാലത അനിൽ അബ്ദി നിഅമത്തുൻ ഇല്ലാ ബിദംബ്, ഒരു അടിമയിൽ നിന്നൊരു നിഅമത്ത് അവന്റെ പാപം മുഖേനയല്ലാതെ നീങ്ങിപ്പോവുകയില്ല എന്ന് അദ്ദേഹം പറയുകയാണ്.
വലാ ഹല്ലതു ബിഹി നിഖ്മത്തുൻ ഇല്ലാ ബിദംബ്. ഒരാളിൽ ഒരു ശിക്ഷ ഇറങ്ങുന്നത് അവന്റെ പാപം കൊണ്ടുമാണ്. ഒരാളിൽ ഒരു ശിക്ഷ, അവന് ജീവിതത്തിലോ സന്താനങ്ങളിലോ സമ്പത്തിലോ വല്ല ശിക്ഷയും വല്ല പരീക്ഷണം ഇറങ്ങുന്നുണ്ടെങ്കിൽ അത് അവന്റെ പാപം കാരണത്താലാണ് എന്ന് അദ്ദേഹം വിശദീകരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, മാ നുസ്സില ബലാഉൻ ഇല്ലാ ബിദംബ്. പാപങ്ങൾ കൊണ്ടല്ലാതെ പരീക്ഷണങ്ങൾ ഇറക്കപ്പെടുകയില്ല. വലാ റുഫിഅ ഇല്ലാ ബിതൗബ. ആ പരീക്ഷണങ്ങൾ ഉയർത്തപ്പെടുക തൗബ കൊണ്ടല്ലാതെ സംഭവിക്കുകയുമില്ല. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞ ആയത്ത് അദ്ദേഹം എടുത്തു കൊടുക്കുകയാണ്. വമാ അസ്വാബകും മിൻ മുസീബ. നിങ്ങൾക്ക് സംഭവിക്കുന്ന ഒരു മുസീബത്ത്, ആ മുസീബത്ത് സംഭവിക്കുന്നത് ഫബിമാ കസബത് ഐദീകും, നിങ്ങളുടെ കരങ്ങൾ ചെയ്ത കാരണത്താൽ മാത്രമാണ്. വയഅഫു അൻ കസീർ. എന്നാൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല ധാരാളം കാര്യങ്ങൾ അല്ലാഹു മാപ്പാക്കിയിട്ടുണ്ട്. ധാരാളം കാര്യങ്ങൾ അല്ലാഹു മാപ്പാക്കിയിട്ടുണ്ട്. ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ് നിങ്ങൾക്ക് മുസീബത്തുകൾ ഇറങ്ങുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പരിചയപ്പെടുത്തുന്നുണ്ട്. മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞു, ذلك بأن الله لم يكن مغيرا نعمة أنعمها على قوم. ഒരു ഖൗമിന്റെ മേൽ അല്ലാഹു സുബ്ഹാനഹു തആല നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ അല്ലാഹു സുബ്ഹാനഹു തആല അത് മാറ്റിക്കളയുകയില്ല. ഏതുവരെ? ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം. ആ അല്ലാഹു തന്ന അനുഗ്രഹത്തെ മാറ്റിക്കളയാൻ കാരണമായിട്ടുള്ള വല്ല പ്രവർത്തനങ്ങളും അവൻ ചെയ്ത് മാറ്റി, അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്തിട്ട് അനുഗ്രഹങ്ങൾ നീക്കിയാലല്ലാതെ അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ അനുഗ്രഹങ്ങൾ, ഒരു ഖൗമിന്റെ അനുഗ്രഹം അല്ലാഹു എടുത്തു നീക്കുകയില്ല എന്നാണ്. എന്നിട്ട് അദ്ദേഹം ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാ പറയുകയാണ്, ഫഅഖ്ബറ അല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വതആല അറിയിക്കുകയാണ്, അന്നഹു ലാ യുഗയ്യിറു നിഅമഹു അല്ലതി അൻഅമ ബിഹാ അലാ അഹദിൻ. ഒരു വ്യക്തിക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹം നൽകിയിട്ടുണ്ടെങ്കിൽ ആ അനുഗ്രഹം അല്ലാഹു നീക്കിക്കളയുകയില്ല. ഹത്താ യകൂന ഹുവല്ലദി യുഗയ്യിറു മാ ബിനഫ്സിഹി. അവന്റെ നഫ്സ് കൊണ്ട് ആ നിഅമത്തിനെ അല്ലാഹു എടുത്തുകളയുന്ന, നീക്കിക്കളയുന്ന വല്ല കാര്യവും ചെയ്യുന്നത് വരെ. അങ്ങനെ മനുഷ്യൻ ആ നിഅമത്തിനെ എടുത്തുകളയുന്ന വല്ല പ്രവർത്തനവും ചെയ്യുന്നത് മൂലം അല്ലാഹു സുബ്ഹാനഹു തആല അവനെ എന്ത് ചെയ്യും? അനുഗ്രഹങ്ങൾ അല്ലാഹു എടുത്തുകളയും. എന്നിട്ട് അദ്ദേഹം പറയാ, ഫയുഗയ്യിറു. അപ്പോൾ മനുഷ്യൻ അവൻ എങ്ങനെയുള്ളവനാ? ഫയുഗയ്യിറു തആഅത്തല്ലാഹി ബിമഅസിയതി. അങ്ങനെയുള്ള മനുഷ്യന്മാർ അല്ലാഹുവെ ധിക്കരിച്ചുകൊണ്ട് അല്ലാഹുവെ അനുസരിക്കുന്നതിനെ ചേഞ്ച് ആക്കുന്നു, മാറ്റിക്കളയുന്നു. വശുക്റഹു ബികുഫ്രി. കുഫ്ർ ചെയ്തുകൊണ്ട്, അല്ലാഹുവോട് കുഫ്ർ ചെയ്തുകൊണ്ട് അല്ലാഹുവിനോട് ശുക്ർ കാണിക്കുന്നതിനെ അവന് മാറ്റിക്കളയുന്നു. വഅസ്ബാബ റിദാഹു ബിഅസ്ബാബി സുഖ്തി. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ റിദ, തൃപ്തി ലഭിക്കുന്ന കാര്യങ്ങളൊക്കെ അവന് ദേഷ്യമുണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവൻ നീക്കിക്കളയുന്നു. ഫഇദാ ഗയ്യറ അലൈഹി ജസാഅൻ വിഫാഖാ. അങ്ങനെ അല്ലാഹുവിന് ചെയ്യേണ്ട കാര്യങ്ങൾ, അല്ലാഹു നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ, അതിനെ നീക്കിക്കളയുന്ന പ്രവർത്തനങ്ങൾ അവൻ ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല അനുഗ്രഹം അവന്റെ മേലിൽ നിന്ന് നീക്കിക്കളയും. അത് ജസാഅൻ വിഫാഖാ, അതവന് യോജിച്ച പ്രതിഫലമാണ്. കാരണം അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദികേട് കാണിക്കുകയാണ് അവൻ ചെയ്യുന്നത്. വമാ റബ്ബുക ബിസല്ലാമിൽ ലിൽ അബീദ്. ഇതൊക്കെ ചെയ്യുന്നത് അല്ലാഹു ഒരിക്കലും അടിമകളോട് അക്രമം പ്രവർത്തിക്കുന്നവനല്ല. മറിച്ച് ആളുകൾ നന്ദികേട് കാണിക്കുമ്പോൾ അതിന് പകരമായി അല്ലാഹു സുബ്ഹാനഹു തആല ചെയ്യുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഫഇൻ ഗയ്യറൽ മഅസിയത ബിത്താഅ. ഇനി ഒരു നല്ല മനുഷ്യൻ അവൻ അല്ലാഹുവെ അനുസരിച്ചുകൊണ്ട് തിന്മയെ മാറ്റിക്കളഞ്ഞാൽ, ഇസ്തിഗ്ഫാറും തൗബയും ചെയ്തുകൊണ്ട് തനിക്ക് ചെയ്ത ആ തിന്മയിൽ നിന്നും മാറി അല്ലാഹു അനുസരിച്ച് ജീവിച്ചാൽ, ഗയ്യറല്ലാഹു അലൈഹിൽ ഉഖൂബത ബിൽ ആഫിയ. അവന്റെ മേലുള്ള ശിക്ഷയെ അല്ലാഹു ആഫിയത്ത് കൊണ്ട് പകരമാക്കും. ശിക്ഷ മാറ്റി അല്ലാഹുവിന് ആഫിയത്ത് നൽകും. വദുല്ല ബിൽ ഇസ്സി. അവനിൽ നിന്നും നിന്യതയെ നീക്കിക്കൊണ്ട് അവൻ അല്ലാഹു സുബ്ഹാനഹു തആല ഇസ്സത്ത് നൽകും എന്ന് അദ്ദേഹം വിശദീകരിക്കുകയാണ്. അപ്പോ തിന്മയിലും ഹറാമിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ, ഈ ജുമാഅക്ക് വരുന്നതിന് മുമ്പ് തിന്മകൾ ചെയ്തവരുണ്ടാവാം, ഇപ്പോഴും ഹറാമിലൂടെ ജീവിതം മുന്നോട്ട് നയിക്കുന്നവരുണ്ടാവാം. അവരൊക്കെ അള്ളാഹുവിന്റെ ഖുർആനിലൂടെ അള്ളാഹു സൂചിപ്പിച്ച ഈ ആയത്തുകൾ മനസ്സിലാക്കി തന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഹറാമുകൾ ഉണ്ടെങ്കിൽ, തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് ഈ സമയം തന്നെ അത് നമ്മൾ തിരുത്തണം. തിരുത്തിയിട്ട് അള്ളാഹുവിനെ അനുസരിക്കുന്നവനായിട്ട് മുന്നോട്ട് ജീവിക്കണം. അപ്പോഴേ അള്ളാഹുവിന്റെ ബറക്കത്തുണ്ടാവുകയുള്ളൂ. അതല്ലെങ്കിൽ അവന്റെ കാര്യം കഷ്ടതയിലാണ്. ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാ പറയുകയാണ്,
രണ്ടാമത് തിന്മയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നാൽ അവന് ലഭിക്കുന്ന പ്രശ്നം എന്താ? അദ്ദേഹം പറഞ്ഞു, അൽ മആസി തുൽഖിർ റുഅബ വൽ ഖൗഫ ഫിൽ ഖുലൂബ്. തിന്മകൾ ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഹൃദയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഭയപ്പാടിട്ട് കൊടുക്കുമെന്നാണ്. അത് പൊതുവെ തിന്മ ചെയ്യുന്നവനെ സംബന്ധിച്ചിടത്തോളം അവനൊരു പേടിയുണ്ടാവും. അത് ഏത് തിന്മ ചെയ്യുന്നവനൊരു പേടി ഉണ്ടാവും. അപ്പോൾ അല്ലാഹു അവന്റെ ഹൃദയത്തിലേക്ക് ഒരു ഭയം ഇട്ടുകൊടുക്കും. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, വമിൻ ഉഖൂബാതിഹ, പാപങ്ങൾ ചെയ്യുന്ന ഒരു ആൾക്ക് ലഭിക്കുന്ന ശിക്ഷയിൽപ്പെട്ടതാണ് മാ യുൽഖീഹില്ലാഹു സുബ്ഹാനഹു വതആല മിനർ റുഅബി വൽ ഖൗഫി ഫീ ഖൽബിൽ ആസി. തിന്മ ചെയ്യുന്നവന്റെ മനസ്സിൽ, ഹൃദയത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ഭയത്തെ ഇട്ടുകൊടുക്കും, ഖൗഫിനെ ഇട്ടുകൊടുക്കും. ഫലാ തറാഹു ഇല്ലാ ഖായിഫൻ മർഊബ. അങ്ങനെ തിന്മ ചെയ്യുന്നവനെ നിനക്ക് പേടിക്കുന്ന, എപ്പോൾ ഒരു പേടിയുള്ളവനായ സ്ഥിതിയിൽ നിനക്ക് അവനെ കാണാൻ സാധിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം പറയുകയാണ്. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ല പറഞ്ഞു, ഫഇന്ന ത്വാഅത, ഒരാൾ ഹറാമുകളില്ലാതെ, തെറ്റില്ലാതെ, തെറ്റുകൾ ചെയ്യാതെ അല്ലാഹുവിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ ഫഇന്ന ത്വാഅത ഹിസ്നുല്ലാഹിൽ അഅസം, അതാണ് അവന് ഏറ്റവും, അള്ളാഹുവിന്റെ ഏറ്റവും മഹത്വായിട്ടുള്ള ഒരു കോട്ടയാണ് അവൻ അള്ളാഹുവിനെ അനുസരിക്കുക എന്നുള്ളത്. തിന്മകളില്ലാതെ, ഹറാമില്ലാതെ, അള്ളാഹുവെ ഭയപ്പെട്ടുകൊണ്ട് തിന്മകളില്ലാതെ ജീവിക്കുക എന്നുള്ളത് അത് അള്ളാഹുവിന്റെ ഏറ്റവും അഅസമായിട്ടുള്ളൊരു കോട്ടയാണവൻ. മൻ ദഖലഹു കാന മിനൽ ആമീൻ. ആ കോട്ടയിൽ ആരെങ്കിലും പ്രവേശിച്ചാൽ കാന മിനൽ ആമിനീന മിൻ ഉഖൂബാത്തി ദുനിയ വൽ ആഖിറ, പരലോകത്തെയും ഇഹലോകത്തെയും ശിക്ഷകളിൽ നിന്ന് അവൻ സുരക്ഷിതനായിരിക്കും എന്ന് അദ്ദേഹം പറയുകയാണ്. ഇനി വമൻ ഖറജ അൻഹു, അള്ളാഹു അനുസരിക്കുക എന്നുള്ള ആ കോട്ടയിൽ നിന്ന്, അള്ളാഹുവിന്റെ ആ കോട്ടയിൽ നിന്ന് ആരെങ്കിലും തെറ്റിപ്പോയാൽ അഹാതത് ബിഹിൽ മഖാവിഫു മിൻ കുല്ലി ജാനിബ്, എല്ലാ ഭാഗത്തു നിന്നും ഒരു പേടി, ഒരു ഭയം അവനെ പിടികൂടുമെന്നാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഫമൻ അതാ അല്ലാഹ്, അങ്ങനെ തിന്മകൾ ആരെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അവൻ അള്ളാഹു അനുസരിച്ചാൽ ഇൻഖലബത്തിൽ മഖാവിഫു ഫി ഹഖ്ഖിഹി അമാനൻ, ആ പേടിപ്പെടുത്തലുകളൊക്കെ അവനെ സംബന്ധിച്ചിടത്തോളം അമാന, ഒരു പേടിയില്ലാത്ത നല്ലൊരവസ്ഥയിലേക്ക് അവൻ ചേഞ്ചായി മാറും. ഇനി വമൻ അസാ, അള്ളാഹുവോട് അക്രമം കാണിക്കുകയാണെങ്കിൽ, ധിക്കാരം കാണിക്കുകയാണെങ്കിൽ ഇൻഖലബത് മആമിനുഹു മഖാവിഫ, അവന്റെ ആ സുരക്ഷിതത്വം ഒക്കെ പേടിയുള്ളതായി മാറും എന്ന് അദ്ദേഹം വിശദീകരിക്കുകയാണ്. ഫമൻ ഖാഫല്ലാഹ്, ആരെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഭയപ്പെട്ടാൽ ആമനഹു മിൻ കുല്ലി ഷൈ, അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിൽ നിന്നുള്ളൊരു നിർഭയത്വം നൽകും. വമൻ ല യഖഫില്ലാഹ്, അല്ലാഹുവെ ഭയപ്പെടാതെ തിന്മയിലൂടെയും ഹറാമിലൂടെയും മുന്നോട്ട് പോകുന്നതിനെ സംബന്ധിച്ചിടത്തോളം അഖാഫഹു മിൻ കുല്ലി ഷൈ, എല്ലാ നിലക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ പേടിപ്പെടുത്തിക്കൊണ്ടിരിക്കും, ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അപ്പൊ സഹോദരന്മാരെ, തിന്മയിലൂടെ, അതിലൂടെ അത് തിരുത്താതെ, തൗബയും ഇസ്തിഗ്ഫാറും ഇല്ലാതെ, അല്ലാഹു ഖുർആനിലൂടെ ഇത്രത്തോളം ആയത്തിലൂടെ നിങ്ങൾ തൗബ ചെയ്യുവിൻ, ഞാൻ പുറത്തു തരാമെന്നൊക്കെ അല്ലാഹു പറഞ്ഞിട്ടും ഹറാമിലൂടെ തന്നെ മുന്നോട്ട്, തിന്മയിലൂടെ തന്നെ മുന്നോട്ട് പോകുന്നതിനെ സംബന്ധിച്ചിടത്തോളം അവനുണ്ടാകുന്ന നഷ്ടങ്ങൾ, അള്ളാഹുവിന്റെ ബറക്കത്ത്, അനുഗ്രഹങ്ങൾ അള്ളാഹു എടുത്തു കളയും. രണ്ടാമത്തെ അവനുണ്ടാകുന്നത് അവന് ഭയപ്പാട് അള്ളാഹു സുബ്ഹാനഹു തആല ഹൃദയത്തിലേക്ക് ഇട്ടുകൊടുക്കും. മൂന്നാമതായി ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ല പറഞ്ഞു, തുഅമി ബസീറത്തുൽ ഖൽബ്, അവന്റെ ഹൃദയം, ആ ഹൃദയത്തിന്റെ കാഴ്ച അത് അള്ളാഹു സുബ്ഹാനഹു തആല അന്ധമാക്കി കളയും. വതസുദ്ദു തുറുഖൽ ഇൽം, അറിവിന്റെ പാതകൾ, വഴികളൊക്കെ അള്ളാഹു അടച്ചു കളയും. അപ്പോ നമ്മൾ വിചാരിക്കും, ഇങ്ങനെ ഇല്ലാത്ത ആളുകളൊക്കെ, അള്ളാഹുവെ ധിക്കരിച്ച ആളുകളൊക്കെ തന്നെ വലിയ നിലക്ക് സാമ്പത്തികമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടല്ലോ. അതിൽ കാര്യമില്ല. കാരണം ഒരു അള്ളാഹുവെ ഭയപ്പെട്ട് ജീവിക്കാൻ എന്ന് പറഞ്ഞ അത് അള്ളാഹുവെ കുറിച്ച് ഇൽമ് ശരിക്ക് പഠിക്കുന്നവനെ സാധിക്കുകയുള്ളൂ. അത് പുറമെ നമ്മൾ എത്ര നിലക്ക് വേഷങ്ങൾ മാറ്റിയാലും ശരി, ഇൽമ് പഠിക്കുന്നവനെ അതിനനുസരിച്ച് ഇഖ്ലാസോടുകൂടി ദീൻ പഠിക്കുമ്പോഴേ അവൻ അതിന്റെ ഭയവും ഉണ്ടാവുള്ളൂ, അള്ളാഹുവെ കുറിച്ച് ഭയം. അപ്പൊ ഇൽമ് പഠിക്കാനുള്ള മാർഗം അല്ലാഹു സുബ്ഹാനഹു തആല തടസ്സപ്പെടുത്തിയാൽ പിന്നെ അവനൊരു രക്ഷയുമില്ല. അതുകൊണ്ടാണല്ലോ ഇമാം മാലിക് റഹ്മഹുല്ല ഇമാം ഷാഫി റഹ്മഹുല്ലയെ കണ്ടുമുട്ടിയപ്പോൾ അദ്ദേഹം കൊടുത്തൊരു ഉപദേശമുണ്ട്. ഇമാം മാലിക് റഹ്മഹുല്ല ഇമാം ഷാഫി റഹ്മഹുല്ലയെ കണ്ടുമുട്ടിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്നി അറല്ലാഹ തആല ഖദ് അൽഖാ അലാ ഖൽബിക നൂറ, തീർച്ചയായും ഞാൻ മനസ്സിലാക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു തആല നിന്റെ ഖൽബിലേക്ക് നൂറിനെ ഇട്ട് തന്നിട്ടുണ്ട്. എന്നിട്ട് ഇമാം മാലിക് അദ്ദേഹത്തോട് പറഞ്ഞു, ഫലാ തുത്ഫിഉഹു ബിദുൽമത്തിൽ മഅസിയ്യ, തിന്മയുടെ അന്ധകാരങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട്, തിന്മയുടെ പ്രവർത്തനങ്ങൾ കൊണ്ട്, അന്ധകാരങ്ങൾ കൊണ്ട്
ആ നൂറിനെ നീ കെടുത്തിക്കളയരുത് കേട്ടോ എന്ന് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി ഇമാം ഷാഫിക്ക് കൊടുക്കുന്ന വലിയൊരു ഉപദേശമാണ് സഹോദരന്മാരെ. അദ്ദേഹം ഉപദേശം കൊടുക്കുമ്പോൾ ഏറിയാൽ 30 വയസ്സിന് താഴെ ഇമാം ഷാഫിക്ക് വയസ്സുണ്ടാവുകയുള്ളൂ. കാരണം ഇമാം മാലിക് ഹിജ്റ 179 മരണപ്പെട്ടു. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി ഹിജ്റ 150 ജനിക്കുന്നത്. അപ്പൊ 29 വയസ്സ് കാലഘട്ടം അവരുള്ളൂ. അപ്പോ ആ 30 വയസ്സിന് താഴെയുള്ള അവസ്ഥയിൽ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹിയെ കണ്ടപ്പോൾ അദ്ദേഹം കൊടുത്തൊരു ഉപദേശമാണ്, അള്ളാഹു താങ്കളുടെ ഹൃദയത്തിലേക്ക് നൂറ് തന്നിട്ടുണ്ട്, ഈമാനിന്റെ പ്രകാശം തന്നിട്ടുണ്ട്. അത് നിങ്ങൾ ദുൽമ ചെയ്തുകൊണ്ട് തിന്മയുടെ അന്ധകാരങ്ങൾ കൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് അത് നീ കെടുത്തിക്കളയരുത് എന്ന് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി ഇമാം ഷാഫി റഹ്മത്തുള്ളാഹിക്ക് ഉപദേശം കൊടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ തിന്മയിൽ മുന്നോട്ട് പോകുന്നതിനെ സംബന്ധിച്ചിടത്തോളം അവനുണ്ടാകുന്ന ദുർഗുണങ്ങളാണ്, അപകടങ്ങളാണ്. അള്ളാഹു ബറക്കത്തെടുത്തു കളയും, അന്ധകാരം ഇട്ടുകൊടുക്കും. ഹൃദയത്തിൽ അള്ളാഹുവെ കുറിച്ച് ചിന്തിക്കാനോ മനസ്സിലാക്കാനോ ഉള്ള ഒരു ഇൽമ് നേടിയെടുക്കാനുള്ള വഴികൾ പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല അത് ഇല്ലാതാക്കി കളയുമെന്ന. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മളൊക്കെ എത്ര സൂക്ഷിച്ചാലും തിന്മകൾ വന്നു പോകുന്നവരാണ്. ഇനി എത്രയുള്ളവരായാലും ശരി, ഇസ്തിഗ്ഫാറും തൗബയും വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളത് അത് പ്രത്യേകം നല്ല കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹം എത്രത്തോളം ഇസ്തിഗ്ഫാർ നടത്തിയ നമ്മൾ കേട്ടതാണ്. സഹാബാക്കള്, താബികളൊക്കെ ദിവസത്തിൽ 100 കണക്കിന് പ്രാവശ്യം അള്ളാഹുവോട് ഇസ്തിഗ്ഫാറിനെ ചോദിക്കുന്നവരായിരുന്നു. അപ്പൊ നമ്മളൊക്കെ, ദുർബലന്മാരായ നമ്മളൊക്കെ എത്രത്തോളം ഇസ്തിഗ്ഫാറും തൗബയും വർദ്ധിപ്പിക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഹറാമിൽ, തിന്മയിൽ നിന്നുകൊണ്ടുള്ള ഇസ്തിഗ്ഫാർ, അതുകൊണ്ടൊരു കാര്യമില്ല. ആ തിന്മ നമ്മൾ ഒഴിവാക്കണം. ഇനിയും വല്ല തിന്മയിലൂടെയും ആരെങ്കിലും മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ആ തിന്മകൾ ഇന്ന് മുതൽ നമ്മൾ സ്റ്റോപ്പാക്കി അള്ളാഹുവോട് ഇസ്തിഗ്ഫാറും തൗബയും വർദ്ധിപ്പിച്ചിട്ടില്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ദുനിയാവിൽ ഉണ്ടാവുന്നതോടൊപ്പം പരലോകത്തവൻ വലിയ ഖേദത്തിനുടമയായി തീരും. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഹക്കിന്റെ ആളുകളായി മരിക്കാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും മിൻ ജമീഇ الذുനൂബ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു അമ്മാ ബഅദ്. നമ്മൾ വിശദീകരിച്ചു വന്നത് ഇസ്തിഗ്ഫാറും തൗബയും ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ വർദ്ധിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി തിന്മകൾ സംഭവിച്ചു പോയിട്ടുള്ള ആളുകളുണ്ടെങ്കിലും, തിന്മയിലൂടെ ജീവിതം മുന്നോട്ട് നയിക്കുന്നവരുണ്ടെങ്കിലും, അവർ ഉടനെ തന്നെ അള്ളാഹുവോട് ഇസ്തിഗ്ഫാറും തൗബയും വർദ്ധിപ്പിച്ച് അള്ളാഹു അനുസരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ സുരക്ഷിതമായ കോട്ടയിൽ ജീവിക്കണമെന്നാണ് നമ്മൾ ഉണർത്തിയിട്ടുള്ളത്. നമ്മൾ എത്രത്തോളം അള്ളാഹുവോട് ഇസ്തിഗ്ഫാർ ചെയ്യുന്നുണ്ടോ, ഇനി ഒരാൾ തിന്മ ചെയ്തു നോക്കുക, തിന്മ ചെയ്തൊരു വ്യക്തി ആത്മാർത്ഥമായി അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ഇസ്തിഗ്ഫാർ ചെയ്ത അവനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും ശിക്ഷിക്കുകയില്ല. അത് ഖുർആനിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യമാണ്. അള്ളാഹു പറഞ്ഞു, വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. ആളുകൾ അവർ ഇസ്തിഗ്ഫാർ ചെയ്യുന്ന അവസ്ഥയിലായിരിക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ശിക്ഷിക്കുന്നവരല്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ തന്നെ ഉണർത്തുന്നുണ്ട്. അപ്പൊ സഹോദരന്മാരെ, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം. ഇതിലൂടെ ഒക്കെ നമുക്ക് മനസ്സിലാക്കുന്ന എത്ര തെറ്റ് സംഭവിച്ചാലും, എത്ര വലിയ ശിർക്ക് ഏറ്റവും വലിയ ശിർക്കാണല്ലോ, ആ ശിർക്ക് പോലും സംഭവിച്ച ആളുകളുണ്ടെങ്കിൽ അവർ അള്ളാഹുവോട് ആത്മാർത്ഥമായി തൗബയും ഇസ്തിഗ്ഫാറും ചെയ്ത അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ പുറത്തു കൊടുക്കുകയും അള്ളാഹുവരെ ഇഷ്ടപ്പെടുകയും ചെയ്യും. മാത്രമല്ല, അങ്ങനെ ചെയ്യുന്നത് മൂലം ജീവിതത്തിൽ ബറക്കത്തുണ്ടാവുകയുള്ളൂ. തിന്മയിലൂടെ പോയ ബറക്കത്തുണ്ടാവില്ല എന്ന് നമ്മൾ പറഞ്ഞല്ലോ. മഹാനായ ഇമാം അൽ ഹസൻ അൽ ബസ്രി റഹ്മഹുല്ലാ അദ്ദേഹത്തോട് ചില ആളുകൾ, വ്യത്യസ്ത നിലയ്ക്ക് പ്രയാസമുള്ള ആളുകൾ വാവലാതി പറയുകയാണ്. അദ്ദേഹത്തെ കുറിച്ച് ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാ റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം. ചില ആളുകൾ അന്ന റജുലൻ ശക്കാ ഇലൈഹി അൽ ജദ്ബ, ചില ആളുകൾ വന്ന് അദ്ദേഹത്തിന്റെ അടുക്കൽ ആവലാതി പറയുകയാണ്. ഇമാം അൽ ഹസൻ അൽ ബസ്രി റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ അടുക്കൽ ആവലാതി പറഞ്ഞു. എന്താ പറഞ്ഞത്? വല്ലാത്ത വരൾച്ചയാണ് എന്ന് ആവലാതി പറഞ്ഞപ്പോൾ അദ്ദേഹം കൊടുത്ത മറുപടി എന്താ? ഫഖാല ഇസ്തഗ്ഫിരില്ലാഹ്, നീ അല്ലാഹുവോട് ഇസ്തിഗ്ഫാറിനെ ചോദിച്ചോ എന്ന് അദ്ദേഹം കൊടുത്ത മറുപടി. വശകാ ഇലൈഹി ആഖറു അൽ ഫഖറ, മറ്റൊരാൾ വന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് വല്ലാത്ത ദരിദ്രാവസ്ഥയാണ്, ദരിദ്രമാണ് എന്ന് ആവലാതി പറഞ്ഞപ്പോൾ ഫഖാല ഇസ്തഗ്ഫിരില്ലാഹ്,
നീ അള്ളാഹുവോട് ഇസ്തിഗ്ഫാറിനെ ചോദിച്ചോ. അദ്ദേഹത്തോടും അതാണ് മറുപടി പറഞ്ഞത്. വശകാ ഇലൈഹി ആഖറു ജഫാഫ ബുസ്താനിഹി, മറ്റൊരാൾ വന്ന് അദ്ദേഹത്തോട് ആവലാതി പറഞ്ഞു, എന്റെ തോട്ടം വളരെ ഉണങ്ങിപ്പോയിരിക്കുന്നു, വരണ്ടു പോയിരിക്കുന്നു. അപ്പോഴും അദ്ദേഹം പറഞ്ഞു ഫഖാല അസ്തഗ്ഫിരില്ലാഹ്, നീ അള്ളാഹുവോട് ഇസ്തിഗ്ഫാറിനെ ചോദിച്ചോ. വശകാ ഇലൈഹി ആഖറു അദമൽ വലദി, മറ്റൊരാൾ വന്നിട്ട് അദ്ദേഹത്തോട് ആവലാതി പറഞ്ഞു, എനിക്ക് കുട്ടികളില്ല, സന്താനമില്ല എന്ന് ആവലാതി പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഫഖാല അസ്തഗ്ഫിരില്ലാഹ്, നീ അള്ളാഹുവോട് ഇസ്തിഗ്ഫാറിനെ ചോദിച്ചോ. എന്നിട്ട് അദ്ദേഹം അവർക്കൊക്കെ ആയത്ത് ഓതി കൊടുക്കുകയാണ്. സുമ്മ തലാ അലൈഹിം ഖൗലല്ലാഹ്, പിന്നെ അവരുടെ മേൽ അള്ളാഹുവിന്റെ ഖൗൽ ഓതി കൊടുക്കുകയാണ്. ഏതാ വാക്ക്? നൂഹ് നബി അലൈഹിസ്സലാം തന്റെ ഖൗമിനോട് പറഞ്ഞിട്ടുള്ള വാഗം അള്ളാഹു സുബ്ഹാനഹു തആല സൂറത്ത് നൂഹിലൂടെ പരിചയപ്പെടുത്തുന്നുണ്ട്. എന്താ അദ്ദേഹം പറഞ്ഞു? നൂഹ് നബി ഫഖുൽതു അസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചെയ്തു കൊള്ളുക. ഇന്നഹു കാന ഗഫാറാ, അവൻ അങ്ങേയറ്റം എല്ലാ പാപങ്ങളും പുറത്തു തരുന്നവനാണ്. ആയത്ത് അദ്ദേഹം ഓതി കൊടുക്കുകയാണ്. അങ്ങനെ നിങ്ങൾ ചെയ്താൽ, നൂഹ് നബി ഖൗമിനോട് പറയുന്ന ഉപദേശ, നിങ്ങൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ച് അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങിയാൽ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ, നിങ്ങൾക്കും ഇത് അള്ളാഹു മിദ്റാറ, ധാരാളക്കണക്കിന് മഴ അള്ളാഹു സുബ്ഹാനഹു തആല ആകാശത്ത് നിന്ന് ഇറക്കിത്തരും. വയുംദിദുകും ബിഅംവാലിൻ വബനീൻ, സന്താനങ്ങളും സ്വത്തുക്കളും നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു തആല വർദ്ധിപ്പിച്ചു തരും. പിന്നെ വയജഅൽ ലക്കും ജന്നാത്ത്, നല്ല കൃഷിത്തോട്ടങ്ങൾ നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു തആല ഉണ്ടാക്കി തരും. വയജഅൽ ലക്കും അൻഹാറാ, അതിനിടയിലൂടെ നിങ്ങൾക്ക് ധാരാളം പുഴകളും അള്ളാഹു സുബ്ഹാനഹു തആല ഇറക്കി തരും. ഇതൊക്കെ എന്തിന്റെ ഫലമായി ആ നൂഹ് നബി പരിചയപ്പെടുത്തുന്നത്? അള്ളാഹുവോട് നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യുക. തെറ്റ് വന്നു പോയിട്ടുണ്ടോ അള്ളാഹുവോട് ഇസ്തിഗ്ഫാർ ചോദിക്കുക, അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുക, എന്നാൽ ഈ പറഞ്ഞ അനുഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടാവും എന്നാണ് നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞത്. ഈ മറുപടി ഇമാം അൽ ഹസനുൽ ബസ്രി റഹ്മഹുല്ലാ മറുപടി കൊടുക്കുകയാണ്. കാരണം എന്താ? കുട്ടികളില്ല, അള്ളാഹുവോട് ഇസ്തിഗ്ഫാറിനെ ചോദിക്കുക. അള്ളാഹുവോട് ഇസ്തിഗ്ഫാറിനെ ചോദിച്ചോളൂ, തിന്മകൾ ഉണ്ടാവും. അപ്പൊ അള്ളാഹു ഇസ്തിഗ്ഫാറിനെ ചോദിക്കുമ്പോൾ അള്ളാഹു നിങ്ങൾക്ക് ബർക്കത്ത് തരും, സന്താനത്തെ തരും. നിങ്ങളുടെ ഉണങ്ങിപ്പോയ ആ തോട്ടങ്ങൾ അള്ളാഹു ഫലപുഷ്ടിയുള്ളതാക്കി തരും എന്ന് ഈ ആയത്ത് വെച്ചിട്ട് അദ്ദേഹം മറുപടി കൊടുക്കുകയാണ്. ഇമാം ഇബ്നു കസീർ റഹ്മഹുല്ലാ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ അദ്ദേഹം പറഞ്ഞത് കാണാം, ഇദാ തുബ്തും ഇലല്ലാഹ് വസ്തഗ്ഫർതുമൂഹു വഅതഅതുമൂഹു, നിങ്ങൾ അള്ളാഹുവിലേക്ക് തൗബ ചെയ്യുകയും അള്ളാഹുവോട് ഇസ്തിഗ്ഫാർ ചെയ്യുകയും അള്ളാഹു അനുസരിക്കുകയും ചെയ്താൽ കസുറ റിസ്ഖു അലൈക്കും, നിങ്ങളുടെ മേൽ അള്ളാഹു റിസ്ക് നിങ്ങളുടെ മേൽ വർദ്ധിക്കും. വഅസ്ഖാകും മിൻ ബറകാത്തിസ് സമാ, ആകാശത്തിൽ നിന്നുള്ള ബർക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളെ കുടിപ്പിക്കും. വഅംബത ലക്കും മിൻ ബറകാത്തിൽ അർദ്, ഭൂമിയിലുള്ള ബർക്കത്തുകളും അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് നൽകും. കൃഷികളൊക്കെ ധാരാളമാകും, കൃഷികളൊക്കെ ധാരാളമാക്കി അല്ലാഹു തരും. വഅംബത ലക്കുമുസ് സറഅ, കൃഷിയെ നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല മുളപ്പിച്ചു തരും. വഅദറ ലക്കുമുദ് ദർഅ, പശുവിന്റെ ഒക്കെ ആ അകിടുകൾ നല്ല പാലുള്ളതാക്കി തീർക്കും അല്ലാഹു സുബ്ഹാനഹു വതആല. വഅമദ്ദകും ബിഅംവാലിൻ വബനീൻ, നിങ്ങൾക്ക് സന്താനങ്ങളും സ്വത്തുക്കളും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല വർദ്ധിപ്പിച്ചു തരും. ആളുകൾക്ക് സന്താനമില്ലാത്ത എത്ര ആളുകൾ കഷ്ടപ്പെടുന്നുണ്ട്. ഒരു കണക്ക് അവരൊക്കെ തിന്മ ചെയ്തത് കൊണ്ടാവും അല്ലാഹുവോട് ഇസ്തിഗ്ഫാർ ചോദിച്ചാ അല്ലാഹു സുബ്ഹാനഹു വതആല അത് ഒരു പക്ഷെ അവർക്ക് സന്താനങ്ങളെ നൽകിയേക്കാം. അപ്പൊ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. വജഅല ലക്കും ജന്നാത്തിൻ ഫീഹാ അൻവാഉസ് സിമാർ, വ്യത്യസ്ത ഇനം ഫലവർഗ്ഗങ്ങളുള്ള തോട്ടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് നൽകും. വഖല്ലലഹാ ബിൽ അൻഹാരിൽ ജാരിയതി ബൈനഹാ, ആ തോട്ടങ്ങൾക്കിടയിലൂടെ പുഴകൾ ഒഴുകുന്നതായ അവസ്ഥ അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് ഉണ്ടാക്കി തരും എന്ന് ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് വിശദീകരിക്കുകയാണ്. അപ്പൊ സഹോദരന്മാർ, ഇതൊക്കെ അല്ലാഹു നമുക്ക് നൽകുന്നതാണ്, ഇതൊക്കെ നമുക്ക് കിട്ടും. ഞാൻ ഇസ്തിഗ്ഫാറും തൗബയും വർദ്ധിപ്പിച്ച അല്ലാഹുവിന്റെ ബർക്കത്ത്, ഈ പറഞ്ഞ ബർക്കത്തുകളൊക്കെ എനിക്ക് ലഭിക്കുമെന്ന് ഉറപ്പോടുകൂടി ഒരു വിശ്വാസി നിലകൊണ്ട അവന്റെ ജീവിതം വളരെ സൗഭാഗ്യമായിരിക്കും. അല്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ജീവിതവും അവന് നഷ്ടമായിരിക്കും, അതിൽ കാര്യമില്ല. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇമാം ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, തൂബാ ലിമൻ വജദ ഫീ സ്വഹീഫതിഹി ഇസ്തിഗ്ഫാറൻ കസീറാ, തന്റെ ഏടുകളിൽ ധാരാളം ഇസ്തിഗ്ഫാറിനെ കണ്ടെത്തിയവൻ അവന് തൂബ, അവന് സന്തോഷം അറിയിക്കും, അവന് മംഗളം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊരു ഹദീസിൽ കാണാം, ഇമാം അത്ത്-തബറാനി ഉദ്ധരിക്കുന്ന ഹദീസിൽ, മൻ അഹബ്ബ അൻ തുസിറഹു സഹീഫതുഹു, ആരെങ്കിലും തന്റെ ഏടുകൾ, ആ ഏട് അവനെ സന്തോഷിപ്പിക്കണമെന്ന് അവൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫല്യുക്സിർ ഫീഹാ മിനൽ ഇസ്തിഗ്ഫാർ,
ആ ഏടുകളിലേക്ക് വേണ്ട ഇസ്തിഗ്ഫാറിനെ അവൻ വർദ്ധിപ്പിച്ചു കൊള്ളട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. സഹോദരന്മാരെ, ധാരാളക്കണക്കിന് ഇസ്തിഗ്ഫാറിന്റെ പ്രാർത്ഥനകളുണ്ട്. നമ്മൾ സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് നടത്തുന്നുണ്ട്. അതുപോലെ നമസ്കാരത്തിന്റെ അവസാനം അല്ലാഹുമ്മ ഇന്നി സലംതു നഫ്സി, ഇങ്ങനെ ധാരാളം പ്രാർത്ഥനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതിലൊക്കെ ഇസ്തിഗ്ഫാർ അടങ്ങിയിട്ടുണ്ട്. അതൊക്കെ മാന മനസ്സിലാക്കിക്കൊണ്ട് യഥാർത്ഥ നിലക്ക് പ്രാർത്ഥിച്ച എല്ലാ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരും. ഒരു ഉദാഹരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും മൻ ഖാല അസ്തഗ്ഫിറുല്ലാഹ അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി എന്നൊരാൾ പ്രാർത്ഥിച്ച ഗുഫിറ ലഹ്, അവൻ അല്ലാഹു പുറത്തു കൊടുക്കുമെന്നാണ്. വഇൻ കാന ഫറ മിനസ്സഹ്ഫി, യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടിയവനായാലും ശരി, യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടുന്ന വൻപാപങ്ങളിൽ അക്ബറുൽ കബായിറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അശ്ശിർക്ക് എന്ന് പറഞ്ഞ് തുടങ്ങി സിഹ്ർ എണ്ണി വന്ന നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അതിലാണ് പടയിൽ നിന്ന് അഥവാ സൈന്യത്തിന്റെ കൂടെ പോവുക, ശത്രുക്കളെ കാണുമ്പോൾ പിന്തിരിഞ്ഞോടുക എന്നുള്ളത് അത് വളരെ വലിയ പാപമാണ്. അങ്ങനെ ചെയ്തവനായാലും ശരി, ആത്മാർത്ഥമായി അള്ളാഹുവോട് ഇസ്തിഗ്ഫാറിനെ ചോദിച്ചാൽ അള്ളാഹു പുറത്തു തരും. ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ അള്ളാഹുവിന് പുറത്തു തരുമെന്നാണ് ഇമാം അബൂദാവൂദ് ഹദീസാണ്. ഷെയ്ഖ് അൽബാനി റഹ്മഹുല്ലാഹ് സ്വഹീഹ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ധാരാളം പ്രാർത്ഥനകളുണ്ട്, ഇസ്തിഗ്ഫാർ അടങ്ങിയിട്ടുള്ള പ്രാർത്ഥനകൾ. ഇതൊക്കെ നമ്മൾ പഠിക്കുക. അങ്ങനെ ഏത് സമയവും ഇസ്തിഗ്ഫാറും തൗബയും വർദ്ധിപ്പിക്കുന്ന ആളുകളായി ജീവിക്കാൻ നമ്മൾ ശ്രമിക്കണം. ഹറാമുകളുടെ പ്രത്യേകം നമ്മൾ ഉണർത്തുന്ന കാര്യം എന്താ? ഇതൊക്കെ കേട്ടിട്ടും വീണ്ടും ഹറാമിലൂടെ, പലിശയിലൂടെയും തിന്മയിലൂടെയും, താടി വടിക്കുന്ന ഹറാമിലൂടെയും, ഞെരിയാണിക്ക് താഴെ വസ്ത്രം പോകുന്ന തിന്മയിലൂടെയും വീണ്ടും മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അല്ലാഹുവിനെ പേടിയില്ല എന്നർത്ഥം. പേടിയില്ലാത്തവരാണ് അവർ എന്നാണ് അർത്ഥം. അവർ വലിയ നഷ്ടക്കാരാണ്. അപ്പോൾ ആ സ്വഭാവം നമ്മൾ മാറ്റി അള്ളാഹു അനുസരിച്ചു കൊണ്ട് ജീവിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹക്കിന്റെ ആളുകളായി ജീവിക്കാനും ഹക്കിന്റെ ആളായി മരിക്കാനുമുള്ള തൗഫീക്ക് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. وصلى الله على نبينا محمد وآله وصحبه وسلم.